ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I praise the mighty name of our Lord and Savior Jesus Christ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Shall we all pray for a minute? നമ്മളിപ്പം ദൈവദാസൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എത്ര പേര് ഇത് കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവിനോട് സംസാരിക്കണം എത്ര പേര് പ്രാർത്ഥിച്ചു? പക്ഷേ അതിലൊക്കെ ഒരു ഉപരിയായി സാധാരണ നിലവാരത്തിൽ നിന്ന് അതികവിഞ്ഞ് നമുക്കെല്ലാവർക്കും കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിനോട് സംസാരിക്കണേ. ഒരുക്കത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിനോട് സംസാരിക്കണമെന്ന് എല്ലാവർക്കും ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയംഗമായി ഒന്ന് പ്രാർത്ഥിച്ചേ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവനെ സംസാരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വചനത്തിൻ്റെ വാതിൽ തുറന്ന് ലഭിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പറഞ്ഞെങ്കിൽ സാധുക്കളായ ഞങ്ങൾ എത്രയധികമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യം. എനിക്ക് വേണ്ടി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ ഉപയോഗിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗസ്നായ നല്ല പിതാവേ, അടിങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവെ, അല്പസമയങ്ങളുടെ അടിങ്ങൾ പാദപീഠത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അടിങ്ങൾക്ക് തരണമേ. കർത്താവ്, ഈ ഹോളിൻ്റെ ഈ അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവെ അങ്ങ് ഏറ്റെടുക്കണമേ. ദൈവ സാന്നിധ്യത്താൽ അടിങ്ങളെ നിറയ്ക്കണമേ. അടിങ്ങളോട് സംസാരിക്കണമേ. കർത്താവ്, ഒരുക്കപ്പെട്ട നിലങ്ങളായി ഒരുക്കപ്പെട്ട ഹൃദയങ്ങളായി ഇരിപ്പാൻ എൻ്റെ ദൈവടിങ്ങളെല്ലാവരെയും സഹായിക്കണം. മഹത്വം ദൈവത്തിന്, യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. Thank God for His my wonderful name. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ സ്വർഗസ്നായ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God once again for this opportunity that is given me to come before you in His name. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. I extend my love and sincere greetings to all of you in the name of Jesus Christ our Lord. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ജിതിൻ പാസ്റ്റർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for the blessed minister of God, Pastor Jitin, that God has given to us. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായി ഇന്ന് സഭയുടെ പേരിൽ ഞങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള ജന്മദിന ആശംസകളെ ഞങ്ങൾ അറിയിക്കുന്നു. As a church, I would like to extend our heart happy birthday greetings to Pastor Jitin. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the faithfulness that Pastor Jitin has shown towards the ministry of God. എന്നോട് 2 തവണ ദൈവനെ ശുശ്രൂഷിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ ഒഴിഞ്ഞു മാറി. ഞാൻ സമയക്കുറവാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു ആത്മാവിൻ്റെ നിർബന്ധം കാരണമാണ് ഇന്ന് ഞാൻ ദൈവനെ ശുശ്രൂഷിക്കുവാൻ തയ്യാറായത്. Pastor requested me twice to speak from the Word of God, but I had some excuses and declined the offer. But it was from the persuasion of the Holy Spirit that I'm standing here before you today. കർത്താവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ദൂതനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പറയണമെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ആ ഒരുക്കത്തോടെ ആയിരിക്കണം, ആരും മുൻവിധിയോടെ ഇരിക്കരുത്. God wants to speak to each and every one of us today. I have a message for you, but you need to come with a prepared heart to receive that message. സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. Shall we read Psalms chapter 40 verses 5? എളുപ്പത്തിന് ഞാൻ തന്നെ വായിക്കുന്നത്. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവയെ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. Many, O Lord my God, are your wonderful works which you have done, and your thoughts towards us cannot be recounted to you in order. If I would declare and speak of them, they are more than can be numbered. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. It talks about the wonderful works that God has done in our lives. ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയാണ് ഇവിടെ അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത്. If we think about the wonderful things that God has done in life, we can read that in the following verses. കർത്താവ് നമുക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ വിചാരങ്ങൾ വളരെയായിരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ സങ്കീർത്തനക്കാരൻ വർണ്ണിക്കുകയാണ്. Here the psalmist is talking about the thoughts that God has towards each and every one of us. സങ്കീർത്തനങ്ങൾ ദൈവത്തിന് വേണ്ടിയുള്ള സ്തുതി ഗീതങ്ങളായിരിക്കും തന്നെ. അത് പ്രവചനത്തിൻ്റെ ശബ്ദമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, യേശു കർത്താവിൻ്റെ മരണം, യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവ് നിത്യതയിൽ നമുക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്യുന്നു, കർത്താവ് എപ്പോൾ മടങ്ങി വരും, കർത്താവിൻ്റെ മടങ്ങിവരവിന് ശേഷം 1000 ആണ്ട് വാഴ്ച, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം എന്തെല്ലാം സംഭവിക്കുമെന്നുള്ള കാര്യങ്ങൾ പ്രവചന ശബ്ദത്തിലൂടെ നമുക്ക് വായിക്കുവാൻ സങ്കീർത്തനത്തിൽ നിന്ന് കഴിയും. Although the Psalms are a recital of hymns and praises to God, it also talks about prophecies in the following book as well.
especially regarding the birth, the death of Jesus Christ, the works that he would do, the ascension into heaven, and everything in eternity as well is mentioned in prophecy in Psalms. ഇവിടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അതിൻ്റെ 6-ാം വാക്യം പ്രകാരമാണ് വായിക്കുന്നത്. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. In verses 6 to 8 it reads, sacrifice and offering you do not desire, my ears you have opened, burnt offering and sin offering you do not require. Then I said, behold, I come. In the scroll of the book it is written of me, I delight to do your will, O my God, and your law is within my heart. ദൈവം താൻ തിരഞ്ഞെടുത്ത അബ്രഹാമിലൂടെ തൻ്റെ ജനമായ ഇസ്രായേലിന് അനേക വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും കൽപ്പനകളും കൊടുത്തു. മോശ മുഖാന്തരം ന്യായപ്രമാണം നൽകി. ആ ന്യായപ്രമാണത്തിൽ അവർക്ക് ആചരിക്കുവാൻ പ്രധാനമായി 5 യാഗങ്ങൾ നൽകി കൊടുത്തു. Through Abraham, God gave blessings to the people of Israel, and through Moses, God gave the Old Testament and the laws and the 5 principles that we need to follow. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പാണ് രാജാവായ ദാവീദ് പ്രവചനാത്മാവിൽ ഈ സങ്കീർത്തനം എഴുതുന്നത്. It was about 1,000 years before the birth of Jesus Christ that David wrote about these psalms. സ്വർഗത്തിലുണ്ടായിരുന്ന ദൈവാലയത്തിൻ്റെ അതേ സാദൃശ്യത്തിൽ സ്വർഗത്തിലെ ദൈവം സീനായിയുടെ മലമുകളിൽ മോശയ്ക്ക് കൊടുത്ത ദർശനപ്രകാരമാണ് സമാഗമന കൂടാരവും ദേവാലയവും ഉണ്ടാക്കിയത്. It is just as the example of the temple in heaven, that David was able to construct the temple on earth as well as God commanded him. അതിനനുസരിച്ച് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ മുതൽ കർത്താവിനെ ആരാധിക്കുകയും ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്തു പോകുന്നു. And because through the journey in the desert, the Israelites were able to offer sacrifices and offerings to God. എന്നാൽ ദാവീദ് ഇത് എഴുതുമ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായി സമാഗമന കൂടാരം അവിടെയില്ല. യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ട ഫിലിസ്ത്യരുടെ കയ്യിലാണ്. So when David is writing this, the Ark of the Covenant is not with them, it has been captured by the Philistines. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദാവീദ് ഇവിടെ എഴുതുകയാണ്, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ എൻ്റെ ചെവികളെ നിനക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുൾ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. But David is writing here in the midst of that sacrifice and offering you do not desire, my ears you have opened, burnt offering and sin offering you do not require. ഇതാരാണ് വരുന്നത്? ആരുടെ ചെവികളെയാണ്? ആരാണ് തുളച്ചിരിക്കുന്നത്? ആരുടെ ചെവികളെയാണ് തുളച്ചത്? ആരാണ് ഈ വരുന്നത് എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. We read about who is coming and whose ears have been pierced in Hebrews chapter 10. അതിൻ്റെ 7, 8, 9, 3 വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിക്കുമോ? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദാവീദ് പറഞ്ഞ ആ പ്രവചനം എടുത്തു പറഞ്ഞ് സ്ഥിരീകരിക്കുകയാണ്. ഈ പ്രവചനം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്നും ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ, അവിടെയുള്ള യാഗങ്ങൾക്ക് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ദൈവമായവൻ ജഡമെടുത്ത് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യാഗമായത് അവിടെ എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. Here we read from the writer of the book of Hebrews in chapter 10 verses 8 about the sacrifice and burnt offerings and what is required of each of us. ഇന്ന് കർത്താവ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ദൂത് തന്നിരിക്കുന്നത്, എൻ്റെ ചെവികളെ നീ എനിക്ക് വേണ്ടി തുളച്ചിരിക്കുന്നു എന്നുള്ള വിഷയമാണ്. So what God has given in my heart to speak to you is about the piercing of our ears. നമ്മൾ സാധാരണ ചെവി തുളയ്ക്കുന്നത് ഈ ഭൂമിയിൽ കാണുന്നത് പ്രധാനപ്പെട്ട എന്തിനു വേണ്ടിയാണ്? സാധാരണ ആഭരണം ഇടുന്നതിന് വേണ്ടിയോ എന്തെങ്കിലും അലങ്കാര വസ്തുക്കൾ ധരിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ മനുഷ്യർ ചെവി തുളയ്ക്കുന്നത് കാണുന്നത്. In the current place where we live, in the world that we see nowadays, that ear piercing is mostly done as to either adorn jewelry. എന്നാൽ എന്താണ് കർത്താവ് ചെവി തുളയ്ക്കുവാൻ ആവശ്യപ്പെട്ടത്? കാരണം എന്താണ്? കർത്താവ് ആരുടെ ചെവിയാണ് തുളയ്ക്കാൻ ആവശ്യപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് ചെവി തുളയ്ക്കുവാൻ ആവശ്യപ്പെട്ടത്? ചെവി തുളയ്ക്കുന്നവനും ചെവി തുളയ്ക്കപ്പെടുന്നവനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. So in the word of God we can see what God desired of us
when he talks about piercing of ears. ആവർത്തന പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. In Deuteronomy. മതി ഒന്ന് ഇംഗ്ലീഷിലൊന്ന് വായിച്ചു. So here we read in Deuteronomy chapter 15 verse 15, you shall remember that you were a slave in the land of Egypt, and the Lord your God redeemed you. Therefore I command you this thing today. And if it happens that he says to you, I will not go away from you, because he loves you and your house, since he prospers with you, then you shall take an awl and thrust it through his ear to the door, and he shall be your servant forever. Also to your female servant you shall do likewise. ഇതിൻ്റെ 4-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്നു ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ കർത്താവായ ദൈവത്തിൻ്റെ ആജ്ഞയാണ് ഇത് എന്ന് അതിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 14-ാം വാക്യത്തിൽ നാം വീണ്ടും വായിക്കുന്നു. 4-ാം വാക്യത്തിലും യഹോവയായ ദൈവത്തിൻ്റെ ആജ്ഞയാണ്, ദൈവം ജനത്തിന് കൊടുത്ത കൽപ്പനയായിട്ടാണ് നാം ഇത് വായിക്കുന്നത്. So when we read verse 4 and verse 14, it explains that it is God's command, that he has commanded the Israelites to do thus. 15-ാം വാക്യത്തിലാണ് പറയുന്നത്, ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് ആജ്ഞാപിക്കുന്നു എന്ന് പറയുന്നു. And in verse 15 we read that God is commanding the Israelites to do this. ഇവിടെ നാം കാണുന്നത് മനുഷ്യനെ അടിമകളാക്കി വിറ്റിരുന്ന ഒരു കാലം, അടിമകളായി വിലയ്ക്ക് വാങ്ങിയിരുന്ന ഒരു കാലം. ഈ ഭൂമിയിൽ യജമാനന്മാരായ മനുഷ്യർ, യജമാനന്മാരായ അവർ ദാസന്മാരെ വെച്ചുകൊണ്ടിരുന്ന ഒരു കാലം. It is a time in history that we read about when people owned and sold slaves. ഇവിടെ നാം കാണുന്ന അല്പം വ്യത്യസ്തമായ കാര്യമാണ്. ഇവിടെ എബ്രായനായ ഒരു ദാസൻ അവൻ തന്നെത്താൻ ഒരു യജമാനന് ദാസനാകുവാൻ തീരുമാനിക്കുന്നു. So here we read about something different, where a Hebrew person or a slave is offering himself as a slave to his Hebrew master. 12-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്ന, തന്നെത്താൻ വിറ്റിട്ട് 6 സംവത്സരം നിന്നെ സേവിച്ചാൽ. So here we read, if a Hebrew man or Hebrew woman is sold to you and serves you 6 years, 6-ാം സംവത്സരം കഴിഞ്ഞ് 7-ാം സംവത്സരത്തിൽ പിന്നെ അവനെ അടിമയായി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. 7-ാം സംവത്സരത്തിൽ അവനെ സ്വതന്ത്രമായി വിട്ടയക്കണം. but in the 7th year you shall let him go free from you. സ്വതന്ത്രമായി വിട്ടയക്കുമ്പോൾ വെറും കൈയോടെ വിട്ടയക്കാൻ പാടില്ല. And when you set him free, you should not send him empty-handed. 3 കൂട്ടം കാര്യങ്ങൾ അവന് കൊടുക്കണം. You should give him 3 things. ഒന്ന്, ആട്ടിൻകൂട്ടത്തിൽ നിന്ന്. You should supply him from your flock. 3, കളത്തിൽ നിന്ന് ധാന്യങ്ങൾ, അതിന്റെ വിളവുകൾ, അതിൽ നിന്നുള്ള ഫലങ്ങൾ എല്ലാം കൊടുക്കണം. From your threshing floor. 3, മുന്തിരിച്ചക്കിൽ നിന്നും അവന് നൽകണം. And from your wine press. ഇതെല്ലാം ഔദാര്യമായി കൊടുക്കണം. This is what the Lord has commanded. ഇതിന്റെ അളവ് പറഞ്ഞിട്ടില്ല, പക്ഷേ പറഞ്ഞിരിക്കുന്നത് നിന്നെ യഹോവയായ ദൈവം അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം. It does not say what measure, but just as the Lord has blessed you, you shall also give to your slave. ചുരുക്കം പറഞ്ഞാൽ 6 വർഷക്കാലം ഒരു എബ്രായ ദാസൻ ഒരു എബ്രായ യജമാനെ സേവിച്ചു കഴിഞ്ഞാൽ ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം അവൻ 6 വർഷം കഴിഞ്ഞ് അവൻ പുറപ്പെട്ടു പോകുമ്പോൾ അവൻ മഹാസമ്പന്നനായിട്ട് അവിടുന്ന് പോകുന്നത്. So in short, when a Hebrew servant has served a Hebrew master for 6 years, in the 7th year he is going away blessed and not empty-handed. ഇന്ന് നാം കാണുന്ന പോലെ 2, 3, 4 ആടുകളല്ല, അന്ന് ആയിരക്കണക്കിന് ആടുകളാണ് ഒരു യജമാനനുള്ളത്. അവന് ധാരാളം കളപ്പുരകളുണ്ട്, അവന് ധാരാളം ധാന്യങ്ങളുണ്ട്, അതേപോലെ തന്നെ മുന്തിരിച്ചക്കുകളുണ്ട്. ഇതിൻ്റെ എല്ലാം ഓഹരിയുമായിട്ടാണ് ഈ ദാസനായി അവനെ സേവിച്ചവൻ പോകുന്നത്. Nowadays it's not like having a few flock. In those days masters had plenty of flock, plenty of harvest and wines as well. കർത്താവ് വീണ്ടും ഓർപ്പിക്കുകയാണ്, നീ
മിസ്രൈമിൽ നീ ദാസനായിരുന്നു, നീ അടിമയായിരുന്നു, നീ ഓർക്കണം, ഞാൻ നിന്നെ വിടുവിച്ച് കൊണ്ടുവന്നതാണ്, നീ ഇത് ഓർത്ത് വേണം നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനെന്ന് കർത്താവ് വീണ്ടും ഓർപ്പിക്കുകയാണ്. God is again reminding the Hebrew masters that you were once slaves in the land of Egypt and how the Lord your God redeemed you. ഇവിടെ പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവ് ഒരു നിയമം, ഒരു കൽപ്പന കൊടുക്കുകയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ദാസന് അടുത്തൊരു അവൻ്റെ ആയുസ് മുഴുവൻ ജീവിക്കുവാനുള്ള സകല സമ്പത്തുമായി അവന് പോകാം, അവൻ്റെ യജമാനനെ വിട്ട് അവന് സ്വതന്ത്രമായി അവന് പോകാം. പക്ഷേ ഈ ദാസൻ വേറൊരു തീരുമാനം ഇവിടെ എടുക്കുകയാണ്. അതിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. So here we read about something different, that when a Hebrew slave has served a master for 6 years, and when he's going away in the 7th year, he is going blessed and not empty-handed. But if a Hebrew slave takes a different decision, this is what we're reading here in verse 16. അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും, and because he loves you and your house, നിന്റെ അടുക്കൽ അവന് സുഖമുള്ളത് കൊണ്ടും, and because he prospers with you, ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ, if he says I will not go away from you. ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ നാം കേട്ട ദൂതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അവൻ നിന്നെ സ്നേഹിക്കണം. Some of the things that we're going to discuss here is, first of all, the slave needs to love you. ഒന്ന്, നാം നമ്മുടെ യജമാനനായ കർത്താവിനെ സേവിക്കണം, സ്നേഹിക്കണം. In our lives, that we need to love our Lord and Master. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനോട് ചോദിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. When Jesus Christ was in the world, when they asked him what is the greatest commandment, he said, love the Lord your God with all your heart and with all your soul and with all your strength. ഈ 6 സംവത്സരത്തിന് ശേഷം 7ാം സംവത്സരം മുതൽ യജമാനനെ സേവിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം വേണ്ടത്, ഇന്നുവരെയും യജമാനെ സ്നേഹിച്ചോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല. 7ാം സംവത്സരം മുതൽ തുടരണമെങ്കിൽ ഇവൻ ആത്മാർത്ഥമായി യജമാനനെ സ്നേഹിക്കുന്നവനായിരിക്കണം. So if a Hebrew slave has served his master for 6 years, and if he wants to continue in the 7th year, he needs to have this quality that he needs to love his master. യജമാനനെ മാത്രം സ്നേഹിച്ചാൽ പോരാ, അവന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. Not just his master, he needs to love his master and his house. ഈ പുതിയ നിയമത്തിൽ ആരാണ് കുടുംബം? In the New Testament, who is the family? ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ സഭയാണ് ദൈവത്തിന്റെ കുടുംബം, നാമാണ് അവന്റെ ഭവനക്കാർ. So the scriptures remind us that the church is the family of God. അങ്ങനെയാണെങ്കിൽ നാം ദൈവസഭയെ സ്നേഹിക്കുന്നവരായിരിക്കണം. Likewise, so we need to be people who love the church of God. ഇന്ന് രാവിലെ മുതൽ നാം കേൾക്കുകയാണ്, നാം വിധിക്കുന്നവരായിരിക്കരുത്, മറിച്ച് നാം തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. From the morning we've been hearing that we should not judge one another, but to love one another. നമ്മുടെ ദേവദാസനും ആ വിഷയം തന്നെ എടുത്തു പറയുവാനിടയായി തീർന്നു. Even pastor also touched on that topic. കർത്താവ് ദേവദാസൻ പറഞ്ഞ ആ വിഷയം 1 പത്രോസ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ്. Pastor talked about the 1 Peter chapter 4 verses 8. അവിടെ പറയുന്നു, നിങ്ങൾ സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റു സ്നേഹിപ്പീൻ. So before everything you need to love one another sincerely. സ്നേഹം പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്നു. So love covers over a multitude of sins. എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരന് എനിക്കൊരു പ്രയാസമുണ്ടായാൽ, എനിക്കൊരു വേദനയുണ്ടായാൽ, അവൻ്റെ വാക്ക് എനിക്ക് പ്രയാസമായാൽ, അവൻ്റെ പ്രവൃത്തി എനിക്ക് പ്രയാസമായാൽ, അവനോടുള്ള നിന്റെ സ്നേഹം നിമിത്തം ആ പ്രയാസത്തെ നിനക്ക് അതിരുകടക്കുവാൻ കഴിയും. So suppose a brother does something to me which I'm displeased with, but through my love I need to overcome that disfeeling. അതിനെ ഓവർകം ചെയ്യുവാൻ കഴിയും, അതിനെ ജയിക്കുവാൻ കഴിയും. നീ ആത്മാർത്ഥമായി ക്രിസ്തുയേശുവിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായാൽ, നാം തമ്മിൽ സ്നേഹിക്കുന്നവരായാൽ, എൻ്റെ സഹോദരൻ എനിക്കൊരു പ്രയാസമുണ്ടായാലും അത് ക്ഷമിക്കുവാൻ, അവനെ കൂടെ ചേർത്ത് പിടിക്കുവാൻ കഴിയും. എന്തു വേണം? ക്രിസ്തുയേശുവിലുള്ള സ്നേഹം നമുക്കുണ്ടാകണം. So we need to have the love of Christ in us if you are able to forgive our brothers and sisters who do wrong to us. അവിടുന്ന് വേഗത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അല്പസമയം കൂടെ മുൻപിലുള്ളൂ. Shall we quickly move forward? അടുത്ത വാക്യം പറയുകയാണ്, നിന്റെ അടുത്ത് അവന് സുഖമുള്ളത് കൊണ്ടും. And in the next verse we read that since he prospers with you, ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ, നീ ഒരു സൂചിയെടുത്ത് അവന്റെ വാതിലിനോട് ചേർത്ത് കുത്തി തുളയ്ക്കണം. And if he says that I will not go away from you, then he should take an awl and thrust it through his ear to the door. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം. If you do that, then he shall be a servant forever. വൺസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരു യജമാനൻ പറ്റില്ല. എന്നും എന്നേക്കും എൻ്റെ ആയുസ് മുഴുവൻ നിന്നെ മാത്രം ഞാൻ സ്നേഹിച്ചുകൊള്ളാം, സേവിച്ചുകൊള്ളാം, നിനക്ക് മാത്രം ദാസനായിക്കൊള്ളാമെന്ന് അവൻ സ്വയത്തെ തീരുമാനിക്കുകയാണ്, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ആ ഭവനത്തിൻ്റെ വാതിലിനോട് ചേർത്ത് കാത് വെച്ചൊരു സൂചിയെടുത്ത് കാത് തുളയ്ക്കുവാനിടയായിത്തീരും.
So because he has his ear thrust with an awl to the door, he will be a servant for his master forever, and he will not be able to serve any other masters. ഈ ദാസനെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഈ ദാസൻ 6 വർഷം കഴിഞ്ഞ് വിട്ടുപോകുമ്പോൾ അവൻ ഈ ഭൂമിയിൽ അവന് സുഖമായി ജീവിക്കുവാനുള്ളതെല്ലാം കൊണ്ട് അവന് പോകാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവന് സ്വാതന്ത്ര്യമായി ജീവിക്കാമായിരുന്നു. ഇനി അവനൊരു ദാസനായി കഴിയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ അവൻ യജമാനെ അവൻ്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും അവനവിടെ സുഖമുള്ളത് കൊണ്ടും അവനൊന്ന് തീരുമാനിക്കുകയാണ്, ഞാൻ ഇനിയും എന്നും എന്നേക്കും ഇവന് ദാസനായി ജീവിച്ചുകൊള്ളാം. If you think about the Hebrew slave, that he could have been a free man after the 6 years and he would be sent away with all the blessings, but instead he takes the decisions that he wants to stay with his master because he loves his master and his household. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ വിളിയാലുള്ള ആശ നിങ്ങൾ തിരിച്ചറിയണം. When Apostle Paul is praying for the church, he's telling them to be sure of their election and calling. പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ആശകളും വളരെ വലുതാണ്. The God our Father has many thoughts and plans for our lives. നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഓരോ വിഷയങ്ങളും നമ്മുടെ ഓരോ തീരുമാനങ്ങളിലും നാം നമ്മുടെ കർത്താവിനെ യജമാനനായി കർത്താവായി എപ്പോഴും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ഔവണ്ണം അനുസരിക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുക. God desires of us that we need to love him as our Lord and Savior and to follow all his commandments in our lives. പഴയ നിയമം മുതലേ എല്ലാ നിയമങ്ങളും ദൈവദാസന്മാർക്ക് ദൈവജനത്തിന് കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് കൊടുത്തുകൊണ്ടേയിരുന്നത്. In the Old Testament as well, when the laws were given to his people, this is what God wanted his people to do. ഏദനിൽ പിതാവായ ദൈവം അവിടെ ദൂത് കൊടുക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ ആ നിമിഷം മുതൽ യോഹന്നാൻ സ്നാപകൻ യോർദാന്റെ കരയിൽ നിന്നുകൊണ്ട് ഇതാ ലോകത്തിന്റെ പാപത്തിന്റെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്ന ആ പ്രവചനം വരെ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിത്യരക്ഷയാണ്. And when the Lord said to the woman in the Garden of Eden that the offspring would trash the head of the snake, and just as so when just as John the Baptist talked about Jesus when he baptized him, that this is a lamb that will save the world from their sins, and that is what we need to also follow our Lord Jesus Christ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന പുസ്തകം ഉലകത്തിൽ ഒരു മനുഷ്യനും ഒരു ഭൂമിയിൽ ഒരു മതം നമുക്ക് തരുന്നില്ല. So we have no other book to guide us as we live in this world. ദൈവവചനം മുഴുവൻ ദൈവ ഇഷ്ട സർവശക്തനായ ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. The word of God is filled with the commands and doctrines that he has given for us to follow. നമുക്ക് നമ്മളോട് തന്നെയുള്ള ചോദ്യമായ യജമാനനായ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. We need to question ourselves that are we able to live under and serve our Lord and Master according to his commands. നിങ്ങളുടെ എത്ര പേരുടെ കാതുകൾ ഈ യജമാനനായ ദൈവത്തിന് വേണ്ടി തുളച്ചിട്ടുണ്ട്? How many of your ears have been pierced for your Lord and Master? ഇതുവരെയും അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കാതുകളെ നിനക്ക് വേണ്ടി തുളയ്ക്കണമേ. If you have not prayed such a prayer, let us pray that our ears may be pierced for our Lord and Savior. കർത്താവേ, എൻ്റെ ആയുസ് മുഴുവൻ അങ്ങേക്ക് ദാസനായി ജീവിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ സഭയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ സന്നിധിയിൽ എനിക്ക് സുഖമുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ അങ്ങേക്ക് ദാസനായി ജീവിക്കാൻ എനിക്ക് മനസ്സുണ്ടെന്ന് എത്ര പേര് പറയുമോ? നിങ്ങളുടെ കാതുകളെ അവന് വേണ്ടി തുളയ്ക്കും. How many of you can say that you have a desire to live for the Lord forever and to serve the church and love the church members so that your ears will be pierced for the Lord? നാം ഇവിടെ വായിച്ച സങ്കീർത്തനത്തിൽ നാം കണ്ടത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ കാതുകളെ നിനക്ക് വേണ്ടി തുളച്ചിരിക്കുന്നു. Here in Psalms 40 we read that it is written of me in the scrolls and my ears have been pierced for you. ന്യായപ്രമാണത്തിൽ യാഗത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരികയാണ്. So in the New Testament we read about the Son of God offering himself as a sacrifice for the redemption of our sins. നമ്മുടെ പഴയ നിയമത്തിൽ നാം ന്യായപ്രമാണം വായിച്ചപ്പോൾ കണ്ടത് ഒരു കാതിനെ തുളയ്ക്കാനാ, ഒരു ചെവിയെ തുളയ്ക്കാനാണ് അവിടെ വായിച്ചത്. നാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണേ, നീ ചെവികളെ എനിക്കായി തുളച്ചിരിക്കുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പിതാവിനോട് പറയുന്നതായിട്ടാണ് നാം കാണുന്നത്. So in the Old Testament we read about just one ear being pierced so that they can be joined to the church family.
അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനത്തിൽ എഴുതിയ പ്രവചനാത്മാവിൽ എഴുതിയ വാക്കുകളാണ് നമ്മൾ ഇവിടെ വായിച്ചു കേൾക്കുന്നത്. So it is what we read is a prophecy that was written about Jesus Christ about 1000 years before him coming to the earth. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. In Philippians chapter 2 we read that let us have the same character as that of Jesus Christ. ആ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മൾ എങ്ങനെയാ വെളിപ്പെടേണ്ടെന്ന് അടുത്ത വാക്യങ്ങൾ പറയുന്നുണ്ട്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി. So we read in the subsequent verses that how it is that we can have a character as that of Jesus Christ. തന്നെത്താൻ താഴ്ത്തി സ്വർഗ്ഗ മഹിമകളെ വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. When he gave up the glory of God and the glory of heaven and came down in the form of a man. അവിടെ എഴുതിയിരിക്കുന്നത് താൻ ദാസരൂപം എടുത്തു. He took the form of a servant. വേഷത്തിൽ മനുഷ്യനായി. As in the form of a man. മരണത്തോളം ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി അനുസരണമുള്ളവനായി തീർന്നു. He was obedient unto the death on the cross. എന്നാൽ ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് കർത്താവ് ഉപമകളിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ യജമാനന്റെയും ദാസന്റെയും അനേക ഉപമകൾ പറഞ്ഞു തന്നു. When Christ was on the earth, he spoke to his people in many parables about the master and the slave. നമ്മുടെ യജമാനുള്ള ഗുണം എന്താണെന്നറിയാമോ? What is the goodness in our Lord and Master? ഈ യജമാനൻ ആരെ കൊണ്ട് നിർബന്ധിച്ചൊന്നും ചെയ്യിക്കത്തില്ല. Our Master does not force any of us to do anything that we do not want to do. അടിച്ചും വലിച്ചഴിച്ചും ഒന്നും ചെയ്യിക്കുന്ന ഒരു യജമാനനല്ല നമുക്കുള്ളത്. Our Master does not punish us or force us to do anything that we do not want to do. ആ യജമാനൻ പറയുന്നത് നമ്മളോട് പറഞ്ഞത് വിശ്വസ്തനായി കാണുന്ന ദാസനെ തനിക്കുള്ള സകലത്തിനും യജമാനനാക്കി വെക്കുന്ന ഒരു യജമാനനാണ്. We have a Master who sees if his servant is faithful, he'll entrust him with more responsibilities. വിശ്വസ്തനായ ദാസനെ തനിക്കുള്ള സകലത്തിനും യജമാനനാക്കി മാറ്റുന്ന ഒരു യജമാനനെ നാം സേവിക്കുന്നത്. We have a master who will make a servant, if is faithful, a master over all his crops and his belongings. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനത് റിപ്പീറ്റ് ചെയ്യുകയാണ്. നാം സേവിക്കുന്ന യജമാനൻ നാം വിശ്വസ്തനായ ദാസൻ എന്ന് കണ്ടാൽ തനിക്കുള്ള സകലത്തിനും യജമാനനാക്കി ഈ ദാസനെ നമ്മളെ മാറ്റുന്ന ഒരു യജമാനെ നാം സേവിക്കുന്നത്. We have a master that if he counts us as faithful servant, he'll entrust us with everything in the heavens and in the earth. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഇന്ന് നാം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. In that case we need to examine our spiritual lives. നമ്മുടെ കാതുകളെ നമ്മുടെ യജമാനന് വേണ്ടി നാം തുളച്ചിട്ടുണ്ടോ? Have we pierced our ears for our master? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഇത് നമുക്ക് ബാധകമാണ്. It is important for every aspect of our life. റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ 8-ാം അധ്യായം 3-ാമുള്ള വാക്യങ്ങൾ മുഴുവൻ നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയും. 8-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നത്. ഓടിച്ചൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ എന്ന് നാം വായിക്കുന്നു. In Romans chapter 8 verses 3 and 4 we read, for what the law could not do in that it was weak through the flesh, God did by sending his own Son in the likeness of sinful flesh on account of sin. He condemned sin in the flesh, that the righteous requirement of the law might be fulfilled in us who do not walk according to the flesh but according to the Spirit. ഇവിടെ പറയുന്നു നാം ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. It says that we need to not walk according to the flesh but according to the Spirit. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Romans chapter 6 verses 16, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കണം എന്ന് എഴുതുന്നു. it reads, do you not know that to whom you present yourselves slaves to 15-ാം obey? വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകുന്നു. In verse 15 we read, what then, shall we sin because we are not under the law but under grace? Certainly not. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പാപം ചെയ്യരുത്. So it says certainly not to sin. പിന്നെ അവിടെ പറയുന്ന ഒരു മർമ്മമുണ്ട്. നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോവുകയും ചെയ്യുന്നതിന് നിങ്ങൾ ദാസന്മാരാകുന്നു. There is a saying that when we submit ourselves and obey, and then we will be counted as a faithful servant. അവിടെ 2 യജമാന്മാരെ കാണാം, 2 ദാസന്മാരെ കാണാം. We read about 2 masters and 2 servants. ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ,
Either you can be a servant to sin and to death, അല്ലെങ്കിൽ നീതിക്കായ അനുസരണത്തിന്റെ ദാസന്മാർ. or you can be a servant to righteousness and obedience. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ഒരു ഓപ്ഷൻ ഇല്ല. There is no option apart from these. നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രവർത്തികളും ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നിൽ പെടും. So in our life, either we will either be under one or the other option. ഒന്നുകിൽ നാം സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവായ നല്ല യജമാനായ നല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസന്മാരാണ്. Either we will be a faithful servant of our Lord and Savior Jesus Christ. അതല്ല എങ്കിൽ ഈ ലോകത്തിന്റെ ദൈവമായ പിശാചിന്റെ ഇരുട്ടിന്റെ ജഡത്തിന്റെ അനീതിയുടെ പാപത്തിന്റെ ദാസന്മാരാണ്. Or we will be a slave to the servant of the king of this world, to sin and to death. ജീവിതത്തിന്റെ സകല നിമിഷങ്ങളിലുള്ള ജീവിതത്തിന്റെ സകല ചര്യകളിലും ഇത് നമുക്ക് ബാധകമാണ്. This is applies to every aspect of our lives. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് നീതിക്ക് ദാസന്മാരാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. If we are not able to control our lives and submit ourselves to righteousness, then there is no point in our lives. നമ്മുടെ കണ്ണിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനെ നീതിക്ക് ദാസന്മാരാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. If we cannot submit the desires of our eyes and our mouths, വേണ്ടി കൈമാറുകയാണ്. when we accept our Lord as Jesus Christ as a Savior and Lord, we are submitting to the commands of our Lord as well. നാം എല്ലാവരും അങ്ങനെ ജീവിക്കുന്നവരാണെന്ന് അറിയാമെങ്കിലും നമ്മുടെ പരമാർത്ഥ ഹൃദയത്തെ ഒന്നുകൂടെ ഉണർത്തുവാൻ ഇന്ന് രാവിലെ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. I know we are all children of God, but I desire that each and every one of us examines our hearts once again and lives according to the commands that God has given us. എല്ലാവർക്കും ഒന്ന് ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകരാമോ? Can you all submit your hearts before God? നല്ല യജമാനായ കർത്താവേ, അങ്ങേക്ക് ദാസനായി ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I have a desire, Lord, to serve you, faithful master, as a servant. ഓ, എൻ്റെ ചെവികളെ എനിക്ക് തുളയ്ക്കണമേ. Let my ears be pierced for you, Lord. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇനിയും ഒരിക്കലും ജീവിക്കുകയില്ല. I will not live according to my desires, എൻ്റെ Lord. ജീവിതത്തിൽ വേറൊരു യജമാനന്മാരും ഉണ്ടാകുകയില്ല. There will be no other masters in my life, എൻ്റെ Lord. കർത്താവേ, എൻ്റെ ജീവിതം മുഴുവൻ അങ്ങയെ എൻ്റെ യജമാനനായി ഞാൻ സ്വീകരിക്കുന്നു. I accept you as my Lord and my master in my എൻ്റെ life. ജീവിതത്തിന്റെ ഏതെങ്കിലും വഴികളിൽ അങ്ങയുടെ യജമാനത്വം, അങ്ങയുടെ കർത്തൃത്വം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Let us say, forgive us, Father, if we have not accepted you as our master in any part of any aspect of our life. കർത്താവേ, എൻ്റെ ജീവിതം മുഴുവൻ അങ്ങേയ്ക്കായി ഒരിക്കലൂടെ സമർപ്പിക്കുന്നു. I submit my life completely to you, Lord ഈ Jesus. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless us with these words.